ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് രേവതി. നമുക്കിന്ന് സ്റ്റേൺബർഗിൻ്റെ ട്രയാർക്കിക് സിദ്ധാന്തം നമുക്ക് നോക്കാം. ത്രികോണമിതി സിദ്ധാന്തം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ട്രയാർക്കിക് സിദ്ധാന്തം സ്റ്റേൺബർഗിൻ്റെയാണ്. അപ്പോൾ ബുദ്ധി സിദ്ധാന്തങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സിദ്ധാന്തമാണ് സ്റ്റേൺബർഗിൻ്റെ ത്രികോണ ബുദ്ധി സിദ്ധാന്തം അല്ലെങ്കിൽ ട്രയാർക്കിക് തിയറി ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഒരു അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ് റോബർട്ട് ജെ സ്റ്റേൺബർഗ് എന്ന് പറയുന്നത്. 1985 അവതരിപ്പിച്ച ബുദ്ധി സിദ്ധാന്തമാണ് ട്രയാർക്കിക് തിയറി ഓഫ് ഇൻ്റലിജൻസ്, ത്രികോണ ബുദ്ധി സിദ്ധാന്തം എന്നത്. ഓക്കെ, അപ്പോൾ പരമ്പരാഗതമായിട്ട് ബുദ്ധി സിദ്ധാന്തങ്ങളെ IQ, ഓർമ്മശക്തി, പരീക്ഷയിലൊക്കെ നമ്മൾ നേടുന്ന വിജയം എന്നിവയൊക്കെ ആയിട്ടാണ് ബന്ധപ്പെടുത്തിയേക്കുന്നത്. എന്നാൽ സ്റ്റേൺബർഗിന്റെ അഭിപ്രായത്തിൽ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടുന്നവർ മാത്രമല്ല ബുദ്ധിമാന്മാർ, ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പുതിയ ആശയങ്ങൾ കണ്ടെത്താനും സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനും ഒക്കെ കഴിവുള്ളവരും യഥാർത്ഥത്തിൽ എന്താണ് ബുദ്ധിമാന്മാർ തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ബുദ്ധിയെ 3 ഉപസിദ്ധാന്തങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിലൊന്നെന്ന് പറയുന്നത് വിശകലന ബുദ്ധിയാണ്, അനലിറ്റിക്കൽ ഇന്റലിജൻസ്, അല്ലെങ്കിൽ അതിന് മറ്റൊരു ഇംഗ്ലീഷ് നെയിം ഉള്ളത് കമ്പോണൻഷ്യൽ ഇന്റലിജൻസ് എന്നതാണ്. അപ്പോൾ വിശകലന ബുദ്ധി. നെക്സ്റ്റ് സൃഷ്ടിപര ബുദ്ധിയാണ്, സൃഷ്ടിപര ബുദ്ധി, ക്രിയേറ്റീവ് ഇന്റലിജൻസ്, അതിന് മറ്റൊരു ഇംഗ്ലീഷ് നെയിമുണ്ട് എക്സ്പീരിയൻഷ്യൽ ഇന്റലിജൻസ് എന്നതാണ് സൃഷ്ടിപര ബുദ്ധി. നെക്സ്റ്റ് പ്രായോഗിക ബുദ്ധി എന്നുള്ളതാണ്, പ്രാക്ടിക്കൽ ഇന്റലിജൻസ് ആണ്, അതിന് മറ്റൊരു ഇംഗ്ലീഷ് നെയിം ഉള്ളത് കണ്ടക്ച്വൽ ഇന്റലിജൻസ് എന്നതാണ്. ഓക്കെ, അപ്പോൾ സ്റ്റേൺബർഗ് 3 ഉപസിദ്ധാന്തങ്ങളായിട്ടാണ് ബുദ്ധിയെ തിരിച്ചിട്ടുള്ളത്. വിശകലന ബുദ്ധി, സൃഷ്ടിപര ബുദ്ധി, പ്രായോഗിക ബുദ്ധി എന്നിങ്ങനെ 3ആയിട്ട് തരം തിരിച്ചിരിക്കുകയാണ്. വിശകലന ബുദ്ധി എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രശ്നം വിശകലനം ചെയ്യുക, താരതമ്യം ചെയ്യുക, യുക്തിപൂർവം ചിന്തിക്കുക, എന്നിട്ട് അതിന് ശരിയായ ഒരു തീരുമാനം എടുക്കുക, എന്നിട്ട് ആ പ്രശ്നത്തെ നമ്മൾ പരിഹരിക്കുക. ഇതൊക്കെ കമ്പോണൻഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ ഇന്റലിജൻസ് വിശകലന ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു പ്രശ്നത്തെ നമ്മൾ വിശകലനം ചെയ്ത് അനലൈസ് ചെയ്ത് അത് താരതമ്യം ചെയ്ത് യുക്തിസഹജമായിട്ട് ചിന്തിച്ചിട്ട് അതിനൊരു തീരുമാനം എടുത്തിട്ട് പ്രശ്നം പരിഹരിക്കുകയാണ്. ഓക്കെ, അതാണ് ഇവിടെ വിശകലന ബുദ്ധി എന്നതുകൊണ്ട് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മൾ വിശകലന ബുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബുക്ക് സ്മാർട്ട് ഇന്റലിജൻസ് എന്നത് അറിയപ്പെടുന്നുണ്ട്, ബുക്ക് സ്മാർട്ട് ഇന്റലിജൻസ്. ഓക്കെ, ഇത് ബുക്ക് സ്മാർട്ട് ഇന്റലിജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇതിന്റെ സവിശേഷതകൾ യുക്തിചിന്താപരമായിട്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക, വിശകലനം ചെയ്യുകയാണ്, കമ്പാരിസൺ താരതമ്യം ചെയ്യുന്നുണ്ട്, ഓർമ്മശക്തി, അതുപോലെ പ്രശ്നപരിഹാര ശേഷി, ഇതെല്ലാം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഉപസിദ്ധാന്തമാണ് എന്ത്? വിശകലന ബുദ്ധി അല്ലെങ്കിൽ കമ്പോണൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്, അനലിറ്റിക്കൽ ഇന്റലിജൻസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് ഗണിതത്തിലെ ഒരു പ്രയാസമുള്ള ചോദ്യം കൊടുത്തു. അവൻ ഘട്ടം ഘട്ടമായി കണക്ക് കൂട്ടി ശരിയായ ഒരു ഉത്തരം കണ്ടുപിടിച്ചു. ഇതെന്താണ്? ഇത് കമ്പോണൻഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടതാണ്, വിശകലനപരമായിട്ടുള്ള ബുദ്ധിയാണ്. അതുപോലെ തന്നെ കേറ്ററ്റ് പരീക്ഷയിൽ ചോദ്യങ്ങൾ ശ്രദ്ധയോടെ വായിച്ച് ഓപ്ഷനുകൾ വിശകലനം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുന്നതും ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പീരിയൻഷ്യൽ ഇന്റലിജൻസ്, ക്രിയേറ്റീവ് ഇന്റലിജൻസ്. എന്താണ്? സൃഷ്ടിപര ബുദ്ധി. ഓക്കെ, സൃഷ്ടിപര ബുദ്ധി എന്താണ്? സൃഷ്ടിപര ബുദ്ധി പുതിയ സാഹചര്യങ്ങളിൽ പുതിയ ആശയങ്ങൾ കണ്ടെത്താനും ഭാവന ഉപയോഗിച്ച് വ്യത്യസ്തമായ പരിഹാരങ്ങൾ, വ്യത്യസ്തമായ ഒന്നിലധികം പരിഹാരങ്ങൾ കണ്ടെത്താനുമുള്ള കഴിവാണ് എക്സ്പീരിയൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇതിനെ ക്രിയേറ്റീവ് ഇന്റലിജൻസ് എന്നും വിളിക്കാറുണ്ട്. സൃഷ്ടിപര ബുദ്ധി നമുക്കൊരു പുതിയ സാഹചര്യം വരുമ്പോൾ അതിനുവേണ്ട ആശയങ്ങൾ കണ്ടെത്തി ഭാവനാത്മകമായിട്ട് ചിന്തിച്ച് വ്യത്യസ്തമായ പരിഹാരങ്ങൾ, ഒന്നിലധികം പരിഹാരങ്ങൾ അവിടെ ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവ് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത് സൃഷ്ടിപര ബുദ്ധിയിലൂടെയാണെന്ന് അദ്ദേഹം പറയുന്നത്. ആര്? സ്റ്റേൺബർഗ് പറയുന്നു. ഭാവന, അതുപോലെ തന്നെ പുതുമയാർന്ന ചിന്താഗതി, ക്രിയേറ്റിവിറ്റി, പുതിയ ആശയങ്ങൾ കണ്ടെത്താനും വ്യത്യസ്തമായി ചിന്തിക്കാനും ഒക്കെയുള്ള കഴിവ് ഇതിലൂടെയാണ് ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് ഒരു കുട്ടി ഉപയോഗശൂന്യമായ ഒരു പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിച്ച് മനോഹരമായൊരു പൂച്ചട്ടി നിർമ്മിക്കുകയാണ്. ഇതെന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇത് ക്രിയേറ്റീവ് ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്, വ്യത്യസ്തമായി ചിന്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് കളയാമെന്ന് ആ കുട്ടി വിചാരിക്കുന്നില്ല, അതുകൊണ്ട് പുതിയതായിട്ട് എന്ത് ഉണ്ടാക്കിയെടുക്കാം, ഭാവന അവിടെ ഉണരുകയാണല്ലേ. അപ്പൊ സൃഷ്ടിപരമായിട്ടുള്ള കഴിവും വരുന്നുണ്ട്, പുതുമയാർന്ന ചിന്താഗതി വരുന്നുണ്ട്. അപ്പൊ ഇത്
സൃഷ്ടിപര ബുദ്ധിക്ക് ഉദാഹരണമാണ്. അതുപോലെ തന്നെ അധ്യാപകൻ ജലസംരക്ഷണം എന്ന വിഷയത്തിൽ പോസ്റ്റർ തയ്യാറാക്കാൻ പറയുകയാണ്. ഒരു വിദ്യാർത്ഥി സാധാരണ ചിത്രം വരയ്ക്കാതെ മഴവെള്ള സംഭരണത്തിന്റെ 3D മാതൃക നിർമ്മിക്കുകയാണെങ്കിൽ അവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഭാവന, പുതിയ ഒരു ചിന്ത, അതൊക്കെയാണ് അവിടെ ഉണ്ടാകുന്നത്. ഇതും സൃഷ്ടിപരമായിട്ടുള്ള ബുദ്ധിയിൽ പെടുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളും ഉണ്ട്. നമ്മളൊരു കുട്ടിക്ക് ഒരു പകുതി കഥ പറഞ്ഞു കൊടുത്തിട്ട് ബാക്കി കഥ പറയുന്നില്ല. കുട്ടി സ്വന്തമായിട്ട് അതിന്റെ പുതിയ ഭാഗം അല്ലെങ്കിൽ അവസാന ഭാഗം കണ്ടെത്തി എഴുതുകയാണെങ്കിൽ അതും സൃഷ്ടിപരമായിട്ടുള്ള ബുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് കണ്ടക്ച്വൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഇന്റലിജൻസ്, പ്രായോഗിക ബുദ്ധിയാണ്. എന്താണ്? ജീവിതത്തിലെ യഥാർത്ഥ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുകയും അനുഭവങ്ങൾ ഉപയോഗിച്ച് ദൈനംദിന പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന കഴിവാണ് കണ്ടക്ച്വൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രാക്ടിക്കൽ ഇന്റലിജൻസ്, പ്രായോഗിക ബുദ്ധി, നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുകയാണ് അല്ലെ. നമ്മുടേതായ അനുഭവങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മളുടെ മുൻ അനുഭവങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് ഒക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ദൈനംദിന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു പോകാനുള്ള കഴിവ്, അതാണ് പ്രായോഗിക ബുദ്ധി. പ്രയോഗിക്കുകയാണ് നമ്മൾ അവിടെ. സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുക, ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുക, അനുഭവത്തിൽ നിന്ന് പഠിക്കുക, ഓക്കെ, തീരുമാനമെടുക്കുക, പ്രയോഗിക്കുക. നമുക്ക് മുന്നേ ലഭിച്ച അനുഭവങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ പഠിച്ച പാഠങ്ങളിൽ നിന്നുമെല്ലാം നമ്മുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളെ, സാഹചര്യങ്ങളെ എല്ലാം പരിഹരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആ അനുഭവങ്ങളെയൊക്കെ പ്രായോഗികമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പൊ റോഡിൽ ട്രാഫിക് സിഗ്നൽ പ്രവർത്തിക്കുന്നില്ല. ഒരു വിദ്യാർത്ഥി വാഹനങ്ങൾ ശ്രദ്ധിച്ച് സുരക്ഷിതമായ റോഡ് മുറിച്ചു കടക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അവിടെ അവന്റെ അനുഭവങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവൻ പഠിച്ച കാര്യങ്ങളെ പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത്. സ്കൂളിൽ 2 കുട്ടികൾ വഴക്കിടുകയാണ്. മറ്റൊരു കുട്ടി അധ്യാപകനെ അറിയിച്ച് പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കുന്നതും ഇതേപോലെ പ്രായോഗികമായിട്ടുള്ളൊരു പെരുമാറ്റ രീതിയാണ്. ഇനി ഒരു പ്രൊജക്ടർ പ്രവർത്തിക്കുന്നില്ല. ഒരു വിദ്യാർത്ഥി ബോർഡ് ഉപയോഗിച്ച് ക്ലാസ് തുടരാമെന്ന് നിർദ്ദേശിക്കുന്നു അല്ലെ. അതൊക്കെ പ്രായോഗിക ബുദ്ധിയാണ്. അവിടെ നമുക്ക് അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്താ ചെയ്യാൻ സാധിക്കുന്നത്, അതിനെ നമ്മൾ മറികടക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വഴി, അതാണ് പ്രായോഗിക ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ 3 ബുദ്ധികളും ബുദ്ധിയുടെ ഉപസിദ്ധാന്തങ്ങളായിട്ടാണ് സ്റ്റേൺബർഗ് അവതരിപ്പിച്ചേക്കുന്നത്. ഓക്കെ, ഈ സിദ്ധാന്തത്തിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് എല്ലാ കുട്ടികളുടെയും കഴിവുകൾ അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണ്. ജീവിത വിജയത്തിന് പ്രാധാന്യം നൽകുന്നു. സൃഷ്ടിപരതയും പ്രായോഗിക കഴിവുകളും വളർത്തിയെടുക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഓക്കെ, പരിമിതികളും ഉണ്ട്. 3 ബുദ്ധികളും കൃത്യമായി അളക്കാൻ പ്രയാസമാണ്. IQ ടെക്സ്റ്റുകൾ പോലെ വ്യക്തമായ അളവുകൾ ഇതിന് ഇല്ല. ചില ആശയങ്ങൾക്ക് മതിയായ ഗവേഷണ പിന്തുണ കുറവാണ് എന്നുള്ളതെല്ലാം വിമർശനങ്ങളിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മള് ട്രയാർക്കിക് തിയറിയാണ് നോക്കിയത്. റോബർട്ട് ജെ സ്റ്റേൺബർഗിൻ്റെതാണ് ട്രയാർക്കിക് തിയറി. അദ്ദേഹം 3 ഉപസിദ്ധാന്തങ്ങളായിട്ട് ബുദ്ധിയെ തരംതിരിച്ചിരിക്കുകയാണ്. ഓക്കെ, വിശകലന ബുദ്ധി വരുന്നുണ്ട്, അതുപോലെ തന്നെ സൃഷ്ടിപര ബുദ്ധി വരുന്നുണ്ട്, പ്രായോഗികപരമായിട്ടുള്ള ബുദ്ധി വരുന്നുണ്ട്. ഇതില് ബുക്ക് സ്മാർട്ട് ഇന്റലിജൻസ് എന്നറിയപ്പെടുന്നത് വിശകലന ബുദ്ധിയാണ്, അനലിറ്റിക്കൽ ഇന്റലിജൻസ് ആണ്. അതുപോലെ സ്ട്രീറ്റ് സ്മാർട്ട് ഇന്റലിജൻസ് എന്നറിയപ്പെടുന്നത് പ്രായോഗിക ബുദ്ധി അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഇന്റലിജൻസ് ആണ്. ഓക്കെ, പുതിയ ആശയങ്ങളൊക്കെ കണ്ടെത്തി പുതിയ രീതിയിൽ ചിന്തകളൊക്കെ ഉണർത്തി ഭാവനാത്മകമായിട്ട് പല സാഹചര്യങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കുന്നത് ക്രിയേറ്റീവ് എക്സ്പീരിയൻഷ്യൽ ഇന്റലിജൻസിലൂടെയാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ നോക്കിയത് ട്രയാർക്കിക് സിദ്ധാന്തമായിരുന്നു സ്റ്റേൺബർഗിന്റെ. ഇത് KTET 2 ബേസ് ചെയ്തിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കൂടാതെ എക്സാം ബേസ്ഡ് ആയിട്ടും ഇത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടുക. മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്